നമസ്കാരമുണ്ട് എല്ലാവർക്കും. സ്പാൻ മാളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോലെ നമ്മളിന്ന് പോകുന്നത് ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. മലയാറ്റൂർ ഭാഗത്താണ് ഈ ഗ്രാമം വരുന്നത്. കണ്ണിമംഗലം എന്ന ദേശത്താണ് ഈ സ്ഥലം ഗ്രാമം വരുന്നത്. ഒരു മലയുടെ മുകളിലാണ് ഈ ഗ്രാമം ഇരിക്കുന്നത്. ആ ഗ്രാമത്തിലേക്ക് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ആ ഗ്രാമത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത്യാവശ്യമാണ്, അത് പറയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വന്നതാണ് വീഡിയോ എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇവിടെ കാണാനും എന്തൊക്കെ ചോദിച്ചാൽ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ വനത്തിനകത്താണ്. അതിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് വരാം. അതിനുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ടാറിട്ട റോഡൊന്നുമല്ല, മെയിൻ റോഡെന്ന് പറയാൻ പറ്റില്ല. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് കയറി വരാം. മെറ്റലിട്ട വഴിയാണ്. മെറ്റലൊക്കെ ഇളകി കിടക്കുകയാണ്. ബൈക്കിന് വരാം, അതേപോലെ തന്നെ കാറിനും വരാം, ജീപ്പിനും വരാം. ചെറിയ കാറൊക്കെ ആണെങ്കിൽ അടി തട്ടാതെ നോക്കുക. ചില സ്ഥലങ്ങളിൽ ചെറിയ പാറൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, അവിടെയൊക്കെ ശ്രദ്ധിച്ചു പോകാം. അങ്ങനെ കാറൊക്കെ പോകുന്നുണ്ട്, സ്ഥിരമായിട്ട് കാറ് പോകുന്നൊരു വഴിയാണ്. അവിടെ താമസിക്കുന്ന 2 പാർട്ടികൾ താമസിക്കുന്നുണ്ട്. ആ 2 പാർട്ടികളിൽ ഒരാളുടെ കാറും കൊണ്ട് ആൾ വരുന്നതാണ്. അവിടെ അംബാസിഡറാണ് കേട്ടോ കാറ്. ആ കാറും കൊണ്ട് അവിടെ വരുന്ന ആളാണ്. ചെറിയ കാറ്, മാരുതി കാറൊക്കെ ഇങ്ങോട്ട് കയറുമോ എന്ന് നമുക്കറിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കയറാൻ പറ്റില്ലെന്ന് നമുക്കറിയില്ല. അത് ഞാൻ കണ്ടിട്ട് കാറ് കയറി വരും. പാറയമൊക്കെ കയറി പറഞ്ഞ മാതിരി അടി പൊട്ടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോരെ. അപ്പോൾ നമ്മൾ വന്നതേ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ വീടുകൾ, പാവപ്പെട്ട ആൾക്കാരാണ്. വലിയ വലിയ കോടീശ്വരന്മാരൊന്നുമല്ല അവർ. ഭൂമിയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 1 ഏക്കർ 1.5 ഏക്കർ അങ്ങനെയൊക്കെ ഭൂമിയൊക്കെ കാണാതിരിക്കും അവർക്ക്. പക്ഷെ അത് കോടീശ്വരന്മാരൊന്നും ആയിട്ടില്ല കേട്ടോ, പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ പല വീട്ടുകാരും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാം ചിലപ്പോൾ വീടുകളൊക്കെ ഞാൻ കുറച്ച് വീടുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാ വീടുകളും കൂടി കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീടും കൂടി കാണിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല. അതുകൊണ്ടാണ് പോകുന്ന വഴിയിൽ 2-3 പട്ടിക്കുഞ്ഞുങ്ങൾ കണ്ടു. ഒരു പട്ടിക്കുഞ്ഞും പിന്നെ ഒന്ന് അവൻ്റെ അച്ഛനും അമ്മയും തന്നെ. അപ്പോൾ അവർ 3 പേരും ഒരുമിച്ച്. പക്ഷെ നമുക്ക് സങ്കടമായതൊന്നുമല്ല. നമ്മൾ ഇവരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കയ്യിൽ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ല. ഇവിടെ ഭക്ഷണം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ ആൾക്കാരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമം, ഒന്നും കൊടുക്കാൻ കയ്യിലുണ്ടായില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളിതേ ഒരു വീടും കൂടി കണ്ടു. ആ വീട്ടിൽ താമസക്കാരൊന്നും ഇപ്പോൾ ഇല്ല. താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു, വെട്ടവും വെളിച്ചം വാട്ടും അനക്കം ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ അതിപ്പില്ല. അവിടെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കുരുമുളക് പറിക്കാൻ എൻ്റെ മകൾ കയറിയപ്പോൾ അവിടെ എന്തോ അനങ്ങുന്നത് അറിഞ്ഞപ്പോൾ വേഗം ആൾ ചാടി മാറി പോകുന്നു. അവിടെ എന്തോ ഞാൻ കാണിച്ചില്ല, എഴഞ്ഞെന്തോ പോകുന്ന ഇത് കണ്ടു. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ചും കൂടി ഇപ്പോൾ പിന്നെയും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ ഒരു വീടും കൂടി കിടക്കുന്ന പുല്ലൊക്കെ മേഞ്ഞ് വീട് പുല്ല് മേഞ്ഞെടുക്കുകയാണ്. ആൾക്കാർ താമസമില്ലാത്തതിൻ്റെ പേരിൽ. ആ വീട് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടൊക്കെ തന്നെയാണ്. അത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ താമസിക്കാം സുഖമായിട്ട്. വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ, വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്, വെള്ളത്തിന് പഞ്ഞമില്ല. അപ്പോൾ മെയിൻ കാര്യം എന്നുണ്ടെങ്കിൽ ഇത് വനമാണ്, വനത്തിനകത്താണ് വീട്. അവർക്ക് വനമാണെങ്കിൽ പോലും അവരുടെ പേരിൽ ആധാരം പട്ടയം കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഭൂമി. ഒന്നും മറ്റുള്ള രീതിയിലൊന്നുമല്ല. അവർക്ക് ആധാരമൊക്കെ ഉള്ള ഭൂമി, അവരുടെ സ്വന്തം വസ്തുവാണ്. അപ്പോൾ ആ വീട് ഒഴിഞ്ഞു പോയത് അവരുടെ താമസം ജോലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടൊക്കെ, മക്കളുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ജോലി, ഓരോരുത്തരും ആ സൗകര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് താമസം മാറിപ്പോയത് അവിടെ നിന്ന്. അപ്പോൾ ഇപ്പോൾ 2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അവിടെ ജോലി ചെയ്യുന്ന ടാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും ഉള്ളൂ. റബ്ബറൊക്കെ ഉണ്ട്, റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആനയൊക്കെ സ്ഥിരം വരുന്ന സ്ഥലമാണ്. ഒരു പിടിയാന ഉണ്ടെന്ന് പറഞ്ഞു. ആ പിടിയാന എപ്പോഴും വരുന്നുണ്ടെന്നും പറഞ്ഞു ആ ചേച്ചി. അവിടെ താമസിക്കുന്നൊരു ചേച്ചി ഞാൻ നേരത്തെ വഴി വെച്ച് കണ്ടിരുന്നു, ചേട്ടനെയും കണ്ടിരുന്നു. അപ്പോൾ അവർ താഴെ ഒരു കടയൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ. ആ കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളിങ്ങോട്ട് വരാൻ കാരണം. അപ്പോൾ വരാൻ കാരണം അത് മാത്രമല്ല, ഇവിടെ വരുന്നത് നമ്മളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ സ്ഥലം കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എന്താണെന്ന് ചെയ്യുക, അതനുസരിച്ച് പോരാ. അതല്ലാതെ ആ സ്ഥലത്തിന് വേറെ നെഗറ്റീവ് കമൻറ്റുകളല്ല, നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞിട്ട് ഒന്നും പറയരുത്. കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വസ്തുക്കൾ അവിടെ ഇപ്പോഴും കിടക്കുകയാണ്.
അവർക്ക് നാളെ അവരുടെ മകളെ ഒന്ന് കെട്ടിച്ചയക്കാൻ നേരത്തെ ഇത്തിരി പൈസയ്ക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ പൈസ ഉണ്ടാക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ പൈസ ചിലപ്പോൾ ആ വസ്തു വിറ്റിട്ടായിരിക്കും കിട്ടുന്ന പൈസ കൊണ്ട് അത് അത്രയും ആശ്വാസമാവുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായോ? ഇതൊരു മലയുടെ മുകളിലാണ്. അപ്പോൾ ആ വസ്തു നല്ല സ്ഥലമാണ്, നല്ല ഏരിയയാണ്, നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷേ നമുക്കൊന്നും അവിടെ പോയി താമസിക്കാൻ പറ്റുന്ന സിറ്റുവേഷനില്ല. അത് വേറെ കാര്യം. നമുക്ക് പരിചയമില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിച്ച്. അതൊക്കെ അത്രയും പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു ആശുപത്രി കേസ് വന്നു, അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം വന്നു. അപ്പോഴും നമുക്ക് ഈ ഭൂമി വസ്തു നമുക്ക് ആവശ്യം വരും. സാമ്പത്തികമായി പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ വീട് ഉപയോഗിക്കേണ്ടി വരും. ഒരു ചേട്ടൻ അവിടെ ചാടി കളിക്കുന്നുണ്ട്. ആ ചേട്ടൻ വേറെ ആരില്ല, ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ മകളുടെ പഠിപ്പ് അല്ലെങ്കിൽ മകൻ്റെ പഠിപ്പ്, വിദ്യാഭ്യാസ ചിലവുകളിലേക്ക് പൈസ കണ്ടെത്തേണ്ടതുണ്ട്. ആ പൈസ കണ്ടെത്താനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ട് ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും കുറച്ചെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൈസ ഉപകരിക്കും, ഈ വസ്തു ഉപകരിക്കും. അപ്പോൾ ആ വസ്തു ഉപയോഗിച്ച് നമുക്ക് അതിന് കണ്ടെത്താവുന്ന പൈസ കണ്ടെത്താൻ പറ്റും, കുറച്ചെങ്കിലും കേട്ടോ. എല്ലാം കൂടി കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലും കണ്ടെത്താൻ പറ്റണമെങ്കിലോ. അപ്പോൾ അതൊക്കെ അവർക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ അത്തരം കച്ചവട സാധ്യതകളൊക്കെ ഉള്ള മേഖല തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അവർ പലർക്കും ഈ ഹോം സ്റ്റേകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നല്ല അത്രയും നല്ല ഒരു നല്ല അടിപൊളി സ്ഥലമാണ് ഇത്. വെറുതെ തമാശയ്ക്ക് പറയുന്നതൊന്നുമല്ല, നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതിരപ്പള്ളി വനത്തിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ഏരിയയാണ് ഇത്. കാലടി പ്ലാന്റേഷനോട്, അതിരപ്പള്ളി പ്ലാന്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 10 രൂപയുടെ വില കിട്ടുന്നൊരു സ്ഥലത്തിന് നമ്മൾ നെഗറ്റീവ് പറയരുത് ഒരു കാരണവശാലും. ആവശ്യങ്ങൾ 100 കൂട്ടം ആവശ്യങ്ങൾ. പാവങ്ങളാണ്, സാധാരണക്കാരാണ്, കോടീശ്വരന്മാരല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓരോ കമൻറ്റ് പറയാനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കൂടെ വിളിച്ച് പറയാനൊക്കെ. മനസ്സിലായോ? മോശമായ രീതിയിലൊന്നും പറയരുത്. അവിടെ അതുണ്ട് ഇതുണ്ട് അങ്ങനത്തെ സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലമാണ് ഒന്നും പറയണ്ട. നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട. കാരണം നെഗറ്റീവായിട്ട് ഒരു സാധനം ഈ ഭൂമിയിലില്ല. ഒക്കെ പോസിറ്റീവാണ്. നെഗറ്റീവ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് പരത്തി ഇല്ലാത്ത കഥകളെ പറ്റി ഇത്രയും കാലം ജീവിച്ചിട്ടും ഞാനിപ്പോൾ ഒരു 10-40 വർഷത്തിനും അധികം കൂടുതൽ ജീവിച്ചു. എന്നിട്ട് പോലും ഞാൻ ഒരു മണ്ണാങ്കട്ടയും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞില്ല. ഞങ്ങളിപ്പോൾ എന്തായാലും താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു. ഇത്രയ്ക്കുള്ളത് നമുക്ക് പറയാൻ. ആരും ഉപദ്രവിക്കാതിരിക്കുക. എല്ലാവരും ജീവിക്കട്ടെ ഈ ഭൂമിയിൽ. എല്ലാവർക്കും ആവശ്യങ്ങളുള്ളതാണ്. പാവപ്പെട്ടവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. അതുകൊണ്ട് ആരും ഉപദ്രവിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ വ്ലോഗ് ചെയ്യുക. സന്തോഷത്തോടെ മറ്റുള്ള ആൾക്കാരോട് നല്ലത് പറയാൻ ശ്രമിക്കുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. സ്പാൻ മീഡിയയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.